ഓക്കെ, അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ 15 to 19. നമ്മൾ ലാസ്റ്റ് ചാപ്റ്ററാണ് ട്രാജഡിയുടെ കേട്ടോ. ലാസ്റ്റ് സെക്ഷനാണ് ട്രാജഡിയുടെ. ഇനി നമുക്ക് 2022 വരുന്നത് ഡിക്ഷൻ അങ്ങനെ സംഭവമാണ് അടുത്ത ചാപ്റ്ററിൽ വരുന്നത്. അപ്പോൾ ചാപ്റ്റർ 15 to 19. In his analysis, the character in tragedy Aristotle outlines 4 key aspects that people should aim for when constructing characters in tragic narrative. ഇയാൾ പറയുന്നുണ്ട് 4 സംഭവങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഫോക്കസ് ചെയ്യണം. വെൻ യു ആർ ഗോയിങ് ടു പ്ലോട്ട്, വെൻ യു ആർ ഗോയിങ് ടു റൈറ്റ് എ പ്ലോട്ട് ഓർ വെൻ യു ആർ ഗോയിങ് ടു മേക്ക് എ പ്ലോട്ട്, നിങ്ങൾ എന്ത് ചെയ്യണം, 4 ക്യാരക്ടേഴ്സ് നിങ്ങൾ എപ്പോഴും ഫോളോ ചെയ്യണമെന്ന് പറയുന്നത്. 4 ക്യാരക്ടേഴ്സ്, 4 ഇമ്പോർട്ടൻറ്റ് തിങ്സ് ദാറ്റ് യു ഹാവ് ടു ഫോളോ വൈൽ യു മേക്കിംഗ് എ ക്യാരക്ടർ. വാട്ട് ദ ഫസ്റ്റ് വൺ? ഗുഡ്നെസ് അല്ലേ. ഗുഡ്നെസ് പറഞ്ഞാൽ എന്താണ്? The first and most important requirement is that the character must be good. A character's actions and speech must reflect the moral purpose. എന്ത് ചെയ്യണം? ക്യാരക്ടർ എപ്പോഴും എന്തായിരിക്കണം? ഗുഡ് ആയിരിക്കണം. സോ വെൻ ഹി സേ സംതിങ്, വെൻ ഹി റെപ്രസെൻറ്റ് സംതിങ്, ഇറ്റ് മസ്റ്റ് റിഫ്ലെക്ട്സ് എ മോറൽ പർപ്പസ്. ഒരു മോറൽ പർപ്പസ് വേണമെന്ന് പറയുന്നുണ്ട് അരിസ്റ്റോട്ടിൽ പറയുന്നുണ്ട്. ബട്ട് ആൻഡ് ദിസ് മോറൽ പർപ്പസ് ഡിഫൈൻസ് ദ ഗുഡ്നെസ് ഓഫ് ദി ക്യാരക്ടർ. ആ ഒരു ഇത് വേണം, ആ ഒരു ആക്ഷൻ എന്ത് ചെയ്യണം, ആ ഒരു ക്യാരക്ടറിൻ്റെ ഗുഡ്നെസ് റെപ്രസെൻറ്റ് ചെയ്യുന്ന പറഞ്ഞു കേട്ടോ. Goodness here does not necessarily mean perfection, but simply that the character embodies qualities that are morally admirable or appropriate to the context of play. ഈ ഗുഡ്നെസ് പറഞ്ഞാൽ ഒന്നൊരു ഭയങ്കര ഒരു പാലുണ്ണിയ ചെക്കെന്നുള്ള പാലുണ്ണിയ ഒരു ക്യാരക്ടർ എന്നല്ല പറയണത്. ബട്ട് ഹി സേസ് ബട്ട് സിംപ്ലി ദാറ്റ് ദ ക്യാരക്ടർ എംബഡീസ് ക്വാളിറ്റീസ് ദാറ്റ് ആർ മോറലി അഡ്മയറബിൾ. നമുക്കൊരു മോറലി അഡ്മയറബിൾ ആയ ഒരു ക്യാരക്ടേഴ്സ് വേണം ആർക്ക്, നമ്മളെ ഇതിലുള്ള ആൾക്കാർക്ക് ക്യാരക്ടേഴ്സും വേണം ആൾ പറഞ്ഞത്, അരിസ്റ്റോട്ടിൽ പറഞ്ഞത്. നെക്സ്റ്റ് വൺ, this is relative to social class and nature of the character. For example, a woman or a slave can also be good within their respective roles. ഒരു ഇമ്പോർട്ടൻ്റ് ആണ്. ഹി ചൂസ് ആസ് എൻ എക്സാമ്പിൾ ഓഫ് വുമൺ ആൻഡ് സ്ലേവ്. അത് നമുക്കറിയാം, വുമൺ ആ സമയത്ത് ഭയങ്കര ഒരു താഴെ കടയിലുള്ള ആളായിരുന്നു ആ സമയത്ത് വുമൻസ് എന്ന് പറയുന്നത്. സോ ഇഫ് യു ആർ പ്രസൻറ്റിങ് എ വുമൺ ഓർ എ സ്ലേവ്, ഇറ്റ് മസ്റ്റ് ബി ഗുഡ്. അവർക്കും എന്താ ക്യാരക്ടേഴ്സായിട്ട് മാറാമെന്നാണ് പറയുന്നത് അരിസ്റ്റോട്ടിൽ പറയുന്നത്. then propriety. The second consideration is propriety, which means that the character must behave in a manner that is appropriate to their role or situation. ആ ക്യാരക്ടർ പെരുമാറേണ്ടത് ആ ഒരു റോളും ആ ഒരു അപ്രോപ്രിയേറ്റ് സിറ്റുവേഷൻ അനുസരിച്ചാണ് എന്ത് നമ്മുടെ ക്യാരക്ടറിൻ്റെ റിയാക്ഷൻസും ഒക്കെ വരണമെന്ന് പറയുന്നത്. അപ്രോപ്രിയേറ്റ് ആയിരിക്കണം എന്ന് പറയുന്നത് കേട്ടോ. ദാറ്റ്സ് മീനിങ് ഓഫ് പ്രൊപ്രൈറ്റി. ഫോർ എക്സാമ്പിൾ, വാലർ മേ ബി എക്സ്പെക്റ്റഡ് ഫ്രം എ മാൻ. വാലർ ഒരു കറേജിനെസ് ഇല്ല, ഒരു നല്ലൊരു ധൈര്യം അല്ലെങ്കിൽ നല്ലൊരു ബ്രേവ്നെസ് ഒക്കെ വേണ്ട ആരുന്നാണ്? ഇറ്റ് കംസ് ഫ്രം മെൻ, നോട്ട് ഫ്രം വുമൺ. ബട്ട് ഇറ്റ് വുഡ് ബി ഇൻഅപ്രോപ്രിയേറ്റ് ഫോർ എ വുമൺ. ഒരു വുമണിന് ഇൻഅപ്രോപ്രിയേറ്റ് ആണ് പറഞ്ഞത് അരിസ്റ്റോട്ടിൽ പറഞ്ഞത്. സോ ഹീസ് എക്സാമ്പിൾ ഓഫ് മെൻ ടു വുമൺ. To exhibit the same type of valor or a character to show unscrupulous cleverness that does not align with their moral standing or role. The next one, he must be true to life. Character must be true to life, meaning that the character should have behaved in a way that is consistent with their personality, experience and social context. This is distinct from goodness or propriety because a character might act in a manner that fits the plot or situation, but it is not necessarily virtuous or appropriate. എന്തായിരിക്കണം? ഒരു ക്യാരക്ടർ എപ്പോഴും കോൺസിസ്റ്റൻ്റ് ആയിരിക്കണം ആൻഡ് വിത്ത് ദെയർ പേഴ്സണാലിറ്റി, എക്സ്പീരിയൻസ് ആൻഡ് സോഷ്യൽ കണക്ഷൻ. ട്രൂ ടു ലൈഫ് എന്ന് പറഞ്ഞാൽ താൻ ചെയ്യുന്ന കാര്യത്തോടൊരു ഇത് വേണം, ഒരു ധാർമ്മികത എന്ന് പറഞ്ഞ സാധനം ഒരു മനുഷ്യന് വേണമെന്നാണ് അവർ പറയുന്നത്, ക്യാരക്ടറിന് വേണമെന്നാണ് അവർ പറയുന്നത് അരിസ്റ്റോട്ടിൽ പറയുന്നത്. ദെൻ നെക്സ്റ്റ് വൺ, കോൺസിസ്റ്റൻസി. എ ക്യാരക്ടർ മസ്റ്റ് ബി കോൺസിസ്റ്റൻറ്റ്, ബട്ട് ഇഫ് ഇറ്റ് ഇൻകോൺസിസ്റ്റൻസി ഈസ് എ പാർട്ട് ഓഫ് ദി ക്യാരക്ടേഴ്സ് നേച്ചർ, ഇറ്റ് ഷുഡ് ബി കോൺസിസ്റ്റൻ്റ്ലി സോ. ക്യാരക്ടർ എപ്പോഴും എന്തായാലും ഒരു കോൺസിസ്റ്റൻ്റ് ആയി ഒരു കാര്യം ഉറച്ചു നിൽക്കുന്ന ആളാവണം ക്യാരക്ടർ വേണ്ടത്. ബട്ട് ഹി സേസ് ദാറ്റ് it may be happen, inconsistency may be happen, but it should also go in a consistent way. Example, inconsistency in a character can be a tool for dramatic effect but must be portrayed in a way that fits the character. Inconsistency എന്താണ്? നമുക്കൊരു പ്ലോട്ട് ഉൾപ്പെടുത്താൻ പറ്റുന്ന സാധനമാണ്, ബട്ട് ഇറ്റ് ഷുഡ് ബി എ ഗോ ഫിറ്റ്സ് ദ ആ ഒരു ക്യാരക്ടറിന് ഫിറ്റായ സംഭവം മാത്രം എന്തേമുള്ളൂ ആർക്ക് കൊടുക്കാൻ പാടുള്ളൂ. ഇൻകോൺസിസ്റ്റൻ്റ് ആയാലും കൊടുക്കാൻ പാടുള്ളൂ. അത് പറയുന്നത് നമ്മൾ അരിസ്റ്റോട്ടിൽ പറയുന്നത്. ഫോർ ഇൻസ്റ്റൻസ്, ക്യാരക്ടർ മേ ചേഞ്ച് ദർ ബിഹേവിയർ ഡ്യൂ ടു സം ഇൻറ്റേർണൽ കോൺഫ്ലിക്റ്റ് ഓർ റെവലേഷൻ. ഒരു ക്യാരക്ടറിന് പെട്ടെന്ന് ചിലപ്പോൾ എന്തെങ്കിലും വരും, തന്നെ ബിഹേവിയർ ചേഞ്ച് വരുത്തതായിട്ട് വരും. ത്രൂ വാട്ട് ബിഹേവിയർ ഡ്യൂ ടു സം ഇൻറ്റേർണൽ കോൺഫ്ലിക്റ്റ് ഓർ റെവലേഷൻ. നമുക്ക് റെവലേഷൻ കൊണ്ട് നമ്മൾ ചെയ്യേണ്ടതായിട്ട് വരും, നമുക്കൊരു ചേഞ്ച് വരുത്തതായിട്ട് നമുക്ക് വരും. ഫോർ ഇൻസ്റ്റൻസ്, എ ക്യാരക്ടർ മേ ചേഞ്ച് ദ ബിഹേവിയർ ഡ്യൂ ടു സം ബട്ട് ദ ചേഞ്ച് ഷുഡ് നോട്ട് ഫീൽ ആർബിട്രറി ഓർ ഡിസ്കണക്റ്റഡ് ഫ്രം ദി ക്യാരക്ടേഴ്സ് ഡെവലപ്മെൻറ്റ്. പക്ഷേ എന്ത് ചെയ്യാൻ പാടില്ല, ഒരു ആർബിട്രിനെസ് വാട്ട്സ് മീനിങ്, നമ്മളൊരു പുതുതായിട്ട് ഉണ്ടാക്കിയൊരു സാധനം അല്ലെങ്കിൽ ഒരു ആഡ് എന്ന സാധനം അത് മാറരുത്. ഇറ്റ് ഷുഡ് ബി നാച്ചുറൽ ഫ്ലോ ഓഫ് ദി പ്ലോട്ട്. അത് പ്ലോട്ടിൻ്റെ ഒരു നാച്ചുറൽ ഫ്ലോനെ അത് ബാധിക്കാൻ പാടില്ല എന്ന് പറഞ്ഞത് അരിസ്റ്റോട്ടിൽ പറയുന്നത്. ദ നെക്സ്റ്റ് വൺ, ഹി സേസ് ദാറ്റ് in Aristotle's discussion to recognition of in tragedies, he identifies several types of recognition. പറഞ്ഞു അലക്നോറിസിലെ recognitions
ranging from the most artificial to the most natural and artistic elements. അതായത് മോസ്റ്റ് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ളതും അതുപോലെ തന്നെ ആൻഡ് മോസ്റ്റ് നാച്ചുറൽ ആൻഡ് ആർട്ടിസ്റ്റിക് എലമെൻറ്റ്സ് ആ ഒരു നാലെണ്ണം അഞ്ചെണ്ണം പറയുന്നുണ്ട് അതിൽ. സോ recognition is a key element in tragedy, often serving as a moment of discovery or revelation of both characters and audience. What is recognition? നമ്മൾ അനക്നോളജ് അല്ലേ, റിവേഴ്സൽ ഓഫ് റെക്കഗ്നിഷൻ എന്ന് പറഞ്ഞാൽ അനക്നോളജ് വേർഡ് പഠിച്ചതാണ് ഒരു സംഭവം അറിയുന്നത്. So below are the kinds of recognition that Aristotle enumerates. Recognition by science, least artistic ആണ് പറയുന്നത്. Recognition by science, least artistic എന്നാണ് പറയുന്നത് നമ്മുടെ അരിസ്റ്റോട്ടിൽ പറയുന്നത്. Recognition by science. This is the most basic and often used form of recognition, and it involves the use of physical tokens or marks to identify a person. അല്ലേ, ഒഡീസീസിൻ്റെ സ്കാർ കാണുന്ന പോലെ, ഒഡീസീസിൻ്റെ സ്കാർ ഉണ്ടെന്ന് മനസ്സിലാക്കുന്നത്, ഒഡീസീസിൻ്റെ സ്കാർ ഉണ്ടെന്ന് മനസ്സിലാക്കുന്നത് ഇറ്റ് ഈസ് ഒഡീസീസ് മനസ്സിലാക്കുന്നത്. സോ ലൈക്ക് ദാറ്റ്. സോ ഇറ്റ് കോൺജനിറ്റൽ സയൻസ് ഉണ്ട്, അതുപോലെ തന്നെ അക്വയർഡ് സയൻസ് ഉണ്ട്. കോൺജനിറ്റൽ സയൻസ് എന്ന് പറഞ്ഞാൽ ദീസ് ആർ മാർക്സ് ദാറ്റ് പേഴ്സൺ ഇറ്റ്സ് ബോൺ വിത്ത് ബർത്ത്, സച്ച് ആസ് ബർത്ത് മാർക്ക് ഓർ എ ഡിസ്റ്റിങ്റ്റീവ് ഫീച്ചർ ലൈക്ക് ദ സ്പിയർ ക്യാരിഡ് ബൈ ദ ഇയർ ബോൺ റേസ് ഇൻ പ്ലേ ഒക്കെ പറയാം. നെക്സ്റ്റ് വൺ അക്വയർഡ് സയൻസ് ആണെങ്കിലോ ദീസ് ആർ മാർക്സ് ടു ഓർ ടോക്കൺസ് ഗെയിൻഡ് ആഫ്റ്റർ ബർത്ത്, സച്ച് ആസ് സ്കാർസ്, നെക്ലേസസ് ഓർ ഐറ്റംസ് ലൈക്ക് ദ ലിറ്റിൽ ആർക്ക് ഇൻ ടൈറോ. അതായത് നമ്മൾ ജനനത്തിന് ശേഷം നമുക്ക് കിട്ടുന്ന ഒരുപാട് സ്കാറുകളും ഒരു മുറിവ് ഇതൊക്കെ ഉണ്ടാവുമല്ലോ, അതുപറ്റി ആൾ പറയുന്നത്. നെക്സ്റ്റ് വൺ അക്വയർഡ് സയൻസ് വരും കേട്ടോ. ഇതാണ് ഒഡീസീസിൻ്റെ സ്കാറിനെ പറ്റിയൊരു എക്സാമ്പിളും പറയുന്നുണ്ട്. സോ ഇറ്റ് ഈസ് ലീസ്റ്റ് ആർട്ടിസ്റ്റിക് എന്നാണ് പറയുന്നത് നമ്മളെ അരിസ്റ്റോട്ടിൽ പറയുന്നത്. റെക്കഗ്നിഷൻ ബൈ സയൻസ് ഈസ് എ ലീസ്റ്റ് ആർട്ടിസ്റ്റിക് സയൻസ് എന്നാണ് പറയുന്നത് നമ്മൾ അരിസ്റ്റോട്ടിൽ പറയുന്നത്. നെക്സ്റ്റ് വൺ ഇൻവെൻറ്റഡ് റെക്കഗ്നിഷൻ ബൈ ദ പോയറ്റ്. അതായത് പോയറ്റ് തന്നെ എവിടെയെങ്കിലും ഒരു സാധനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവും. ലൈക്ക് ഒറസസ് ഇൻ ദി ഇഫിജിനിയ അല്ലേ, ഇഫിജിനിയ പ്ലേയിൽ ഒറസസ് ഈസ് ദ സിബ്ലിംഗ് ഓഫ് ഇഫിജിനിയ ആൻഡ് ഹി സേസ് ഹിസ് നെയിം, ഐ എം ഒറസസ് എന്ന് പറയുന്നുണ്ട്. So these are the recognitions where the poet invents a method of recognition often lacking depth in artistic development. These recognitions seem more contrived or artificial. ഇതാണ് ആർട്ടിഫിഷ്യൽ എന്നാണ് പറയുന്നത് അരിസ്റ്റോട്ടിൽ പറയുന്നത്. എക്സാമ്പിൾ, ഒറസസ് in Iphigenia, ഒറസസ് reveals his identity by stating his name which the poet created, not arising naturally from the plot. ഇതെന്താണ്, പോയറ്റിന് ക്രിയേറ്റ് ചെയ്ത ഒരു പ്ലോട്ടാണ്, അല്ലാണ്ട് ഇത് ആ പ്ലോട്ടിൽ നിന്ന് നാച്ചുറലായിട്ട് വന്നൊരു സംഭവം അല്ല എന്നാണ് പറയുന്നത് അരിസ്റ്റോട്ടിൽ പറയുന്നത്. These types of recognitions lack the organic flow of the narrative and feel more forced. Then recognition by memory. This type of recognition occurs when a character sees something that triggers a memory, leading to an emotional response to or realization. അതായത് നമ്മളൊരു പ്രദേശിക്കാവുന്ന സമയത്ത് പെട്ടെന്ന് ഒരു മനസ്സിലൊരു ഇത് വരും, ഒരു ട്വിസ്റ്റ് വരും. ദാറ്റ്സ് കോൾഡ് recognition by memory. Example, Odysseus recognizes a liar played by the minstrel in the court of Alkinoos. അതായത് ഒഡീസിയസ് എന്തുണ്ട്, he was recognized as a liar played by the minstrel in the court of Alkinoos. അൽസിനോസിൻ്റെ കോർട്ടിലൊരു ലയർ പ്ലേ ചെയ്യുന്നുണ്ട്. At that time he reminds him of his home and makes him weep during the recognition of his past. ആ പാസ്റ്റിനെ ഓർത്തിട്ട് ഇയാൾ ഭയങ്കര വീപ്പ് ചെയ്യുന്നുണ്ട്. So this is an example of recognition by memory. These types of recognition rely on the emotional impact that objects or actions from the past can have on the characters, leading to recognition that feels more natural and emotionally resonant. ഇത് കുറച്ച് നല്ലതെന്ന് പറഞ്ഞാൽ അരിസ്റ്റോട്ടിൽ പറയുന്നുണ്ട്. നെക്സ്റ്റ് വൺ, recognition by process of reasoning. This recognition is based on the logical deduction or reasoning from the circumstances rather than memory or physical science. ഇത് ലോജിക്കൽ റീസണിങ് ആയിരിക്കും, ഒരു ലോജിക്കൽ ഡിഡക്ഷൻ ഉണ്ടാവും, ഒരു ലോജിക്ക് ഉണ്ടാവും ഈ ഒരു റീസണിങ്ങിൽ. സിമിലർലി ഇൻ Oedipus by Sophocles, a character makes an inference based on natural reflection about his fate. Sophocles' worക്കാണ് Poetics. In that work, the character makes an inference based on natural reflection about his fate. ഒരു ലോജിക്കായിട്ടുള്ള സംഭവമാണ് ഇതിൽ റെക്കഗ്നിഷൻ വരുന്നത്. This form of recognition is based on the ability to reason through clues or situations to logically deduce the truth. Then composite recognition with a false inference. In this type of recognition, one of the characters makes an incorrect assumption or false inference. ഇതെന്തുണ്ടാക്കും, ഒരു ഇൻകറക്റ്റ് അസംഷനോ അല്ലെങ്കിൽ ഒരു ഫോൾസ് ഇൻഫറൻസോ അല്ലെങ്കിൽ ഒരു തെറ്റായ ഒരു തീരുമാനം എടുക്കുന്നതിലൂടെ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ റെക്കഗ്നൈസ് ചെയ്യും. ദാറ്റ് ഈസ് കോൾഡ് കോമ്പോസിറ്റ് റെക്കഗ്നിഷൻ വിത്ത് ഫോൾസ് ഇൻഫറൻസ്. ക്ലിയർ അല്ലേ, മറന്നു പോയത് കേട്ടോ. ലാസ്റ്റ് വൺ, ബെസ്റ്റ് കൈൻഡ് എന്ന് പറഞ്ഞാൽ അരിസ്റ്റോട്ടിൽ പറഞ്ഞത് ബെസ്റ്റ് കൈൻഡ് ഓഫ് റെക്കഗ്നിഷൻ ഏതാണ്, നാച്ചുറൽ റെക്കഗ്നിഷൻ. ദ ബെസ്റ്റ് കൈൻഡ് ഓഫ് റെക്കഗ്നിഷൻ അക്കോർഡിംഗ് ടു അരിസ്റ്റോട്ടിൽ ഈസ് വെൻ ദ ഡിസ്കവറി ഈസ് മെയ്ഡ് നാച്ചുറലി. ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഡിസ്കവറി, അല്ലെങ്കിൽ നാച്ചുറൽ റെക്കഗ്നിഷനാണ് എന്ത് കുറച്ചും കൂടി നല്ലതെന്നാണ് പറഞ്ഞ അരിസ്റ്റോട്ടിൽ പറയുന്നത്. അറൈസിങ് ഫ്രം ദ ഇൻസിഡൻസ് ദംസെൽസ് ഇൻ ദ പ്ലോട്ട്. എക്സാമ്പിൾ, Sophocles Oedipus. Recognition of Oedipus' true identity is revealed through the natural unfolding of events, not by physical signs or external tokens. നമുക്കറിയാം സോഫോക്ലീസിൻ്റെ ഈഡിപ്പസ് എങ്ങനെയാണ്
അവസാനം ആ ഒരു നാച്ചുറൽ അല്ലേ, ഓരോ ഇവൻറ്റ്സ് കഴിയുമ്പോൾ നമുക്കൊരു ഒരു ഇത് തോന്നില്ല, ഒരു ആർബിട്രറിനെസ് നമുക്ക് തോന്നില്ല. ഇറ്റ് നാച്ചുറലി അൺഫോൾഡ് ദി ട്രൂത്ത്. അതാണ് എഡിപ്പസിൽ പറയുന്ന ആ ഒരു സെക്ഷൻ. ദെൻ സ്ട്രക്ചർ ഓഫ് ട്രാജഡി അടുത്ത് പറയുന്നത്. അതൊക്കെ ഓരോ ചാപ്റ്റർ നമ്മൾ 7 എത്തിട്ടോ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ നമ്മൾ ചാപ്റ്റർ നമ്പർ 7 സ്ലൈഡ് കൊടുത്തില്ല. ബട്ട് ഇറ്റ് കോൾസ് ചാപ്റ്റർ നമ്പർ 7 or 18. In his analysis of tragedy, Aristotle outlines key structural elements and classification of tragic plays as well as on role of the chorus and other components. Here is a detailed breakdown. Structure of the tragedy, complication and unraveling. What's complication and unraveling? അതിന് പേര് കറക്റ്റ് കൊടുക്കുന്നത് ഡിനോമെ എന്നാണ് കൊടുക്കുന്നത്. ഡിനോമെ നമുക്ക് പഠിക്കാനുള്ള വേർഡാണ് ഡിനോമെ. What is structure of tragedy? Complication and unraveling. Complication means this is a part of the play that sets an action in motion extending from the beginning of the action to the turning point. അതായത് ആക്ഷൻ്റെ ബിഗിനിങ് തൊട്ട് ടേണിംഗ് പോയിന്റ് ഉണ്ടാവും. ദർ ബി ടേണിംഗ് പോയിന്റ് ഇൻ ഈച്ച് പ്ലേ. ദാറ്റ്സ് കോൾഡ് വാട്ട് കോംപ്ലിക്കേഷൻ അല്ലേ. ദ മൂമെൻറ്റ് വേർ ദ ഫോർച്യൂൺ ഓഫ് ദ പ്രൊട്ടാഗണിസ്റ്റ് ബിഗിൻസ് ടു ഷിഫ്റ്റ് എയ്തർ ഗുഡ് ഓർ ബാഡ്. അതായത് ഒരു ഗുഡായ സംഭവത്തിന് ബാഡിലേക്കോ അല്ലെങ്കിൽ ബാഡ് സംഭവത്തിന് ഗുഡിലേക്കോ മാറുന്ന ആ ഒരു സംഭവത്തെ വിളിക്കുന്ന പേര് നമ്മൾ ടേണിംഗ് പോയിന്റ് വിളിക്കുന്നത് കേട്ടോ. ദിസ് സ്റ്റേജ് മെയിൻ ഇൻക്ലൂഡ്സ് എക്സ്ട്രാനിയസ് ഇൻസിഡൻസ് ദാറ്റ് ആർ ഇന്റർട്വൈൻഡ് വിത്ത് സെൻട്രൽ ആക്ഷൻ. എന്തെങ്കിലും ഒരു ഇൻസിഡൻസ് നടത്തിയിട്ട് എന്തെങ്കിലും നമ്മൾ ചെയ്യുന്നത് കോംപ്ലിക്കേഷൻ ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ അൺട്രാവലിംഗ്. മീൻസ് അൺട്രാവലിംഗ് ദിസ് ഈസ് ദ സെക്കൻഡ് പാർട്ട് ഓഫ് ദി ട്രാജഡി വിച്ച് ബിഗിൻസ് വിത്ത് ചേഞ്ച് ഇൻ ഫോർച്യൂൺ ആൻഡ് കണ്ടിന്യൂസ് ടു ദ എൻഡ്. അതായത് സെക്കൻഡ് പാർട്ട് ഓഫ് ആഫ്റ്റർ complication, next part is called what's unraveling. This is the second part of the tragedy which begins with the change in fortune and continues to the end. അതായത് ആ ചേഞ്ച് ഇൻ ഫോർച്യൂൺ ഗുഡ് ടു ബാഡിലേക്കോ അല്ലെങ്കിൽ ബാഡ് ടു ഗുഡിലേക്കോ മാറി ആ ഫോർച്യൂൺ എത്തി. നെക്സ്റ്റ് പാർട്ട് വിളിക്കുന്ന പേര് നമ്മൾ അൺട്രാവലിംഗ്. With the change in fortune continues to the end, resolving the conflict or bringing about the downfall of the protagonist. Then types of tragedy മോഡ് പറഞ്ഞതാണ്. കോംപ്ലക്സ് ട്രാജഡി മുന്നേ വേണം റിപ്പീറ്റ് ചെയ്യുന്നില്ല. Then pathetic tragedy means focus on emotion and passion such as tragedies evolving around intense emotions like Ajax and Ixion. Ajax ആരുടെയാണ്? നമ്മളെ ഇയാൾ യൂറിപ്ലസ് അജാക്സ് അല്ലേ. അപ്പോൾ ഇങ്ങനെ വാട്ട്സ് pathetic tragedy? Focus on emotion and passion such as tragedies evolving around intense emotions like Ajax and Ixion. What's ethical tragedy? Based on ethical motives and moral questions like the stories of Peleus and Phthiotides. Then simple tragedy we already completed. Simple tragedy കോമസ് പ്ലോട്ടൊക്കെ നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്യാണ്, പിന്നെയും പറയുന്നില്ല, നമ്മൾ മുന്നേ പറഞ്ഞതായിരുന്നു കേട്ടോ. Then poets' ambition and combine elements. Aristotle encourages the poet to strive to combine all poetic elements. ഒരു പോയിറ്റ് ഒരു ട്രാജിക് പ്ലോട്ട് ഉണ്ടാകുന്ന സമയത്ത് should combine all poetic elements within the play to achieve a more complete and powerful tragic effect. If not all elements can be combined, then the poet should aim for as many important elements as possible. പിന്നെ ഒരാൾക്ക് എല്ലാ സംഭവം എത്തിക്കാൻ പറ്റിയില്ലെങ്കിൽ he should focus what many important elements as possible. അതിൽ പറ്റാവുന്നത്ര പോയിന്റ്സ് എന്ത് ചെയ്യണം ആഡ് എന്നാൽ പറഞ്ഞാൽ അത് പറഞ്ഞത് അരിസ്റ്റോട്ടിൽ പറഞ്ഞത് to create rich impactful drama. Then identifying tragedy by plot. എങ്ങനെ നമ്മൾ ഒരു പ്ലോട്ടിനെ ഒരു ട്രാജഡി ആണല്ലോ എന്ന് പറയാം. how we can identify. Plot is the key. The best test to determine whether two tragedies are the same or different is to compare their plots. If the complication and unraveling are the same, the tragedies are similar. എന്താണ് കോംപ്ലിക്കേഷനും അൺട്രാവലിംഗും സെയിം ആണെങ്കിൽ ഇൻ എ ട്രാജഡി ഇറ്റ് ഇസ് കോൾഡ് ദ ട്രാജഡീസ് ആർ സിമിലർ. അതായത് രണ്ട് ട്രാജഡി നമ്മൾ നോക്കുകയാണെങ്കിൽ വെൻ ഇറ്റ് ഇസ് കോംപ്ലിക്കേഷൻ ആൻഡ് അൺട്രാവലിംഗ് ആർ ദ സെയിം. അതായത് ഒരു ടേണിംഗ് പോയിന്റ് ഉണ്ടാവും. ദെൻ ആഫ്റ്റർ ദാറ്റ് വി ഓൾറെഡി ലേൺ അല്ലെ അൺട്രാവലിംഗ്. അത് രണ്ടും സെയിം എന്താണ് ഇറ്റ് സേസ് ദാറ്റ് ദ ടു ട്രാജഡീസ് ആർ സെയിം. എ ഗുഡ് പോയിറ്റ് ഷുഡ് ബി സ്കിൽഡ് ബോത്ത് ട്രൈങ് ടു നോട്ട് ക്രിയേറ്റിംഗ് ദ കോൺഫ്ലിക്റ്റ് ആൻഡ് അൺട്രാവലിംഗ് റിസോൾവിംഗ് ദ കോൺഫ്ലിക്റ്റ്. മെനി പോയിറ്റ്സ് മൈ ഫെയിൽ ടു ഡു ഓൺ ഓർ ദ അതർ വേ. അതായത് ഓൾമോസ്റ്റ് എല്ലാവരും ക്രിയേറ്റ് ചെയ്യുന്നത് തന്നെയാണ് സെയിം അൺട്രാവലിംഗും സെയിം കോംപ്ലിക്കേഷൻ തന്നെ ആയിരിക്കും. ബട്ട് എ പോയിറ്റ് ഷുഡ് ക്രിയേറ്റ് അനദർ വൺ. എ പോയിറ്റ് ഷുഡ് ക്രിയേറ്റ് എ ന്യൂ പ്ലോട്ട്. ദെൻ ഓൺലി വി കൻ കോൾ ആസ് എ പോയിറ്റ്. Then avoiding the epic structure in tragedy. Epic BS tragedy മുന്നേ ഡിസ്കസ് ചെയ്താണ്, നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. Aristotle warns against converting an epic structure into a tragedy. Aristotle എന്ത് ചെയ്യുന്നുണ്ട്, വാൺ ചെയ്യുന്നുണ്ട്. We don't try to convert an epic structure into a tragedy. Epic stories are long and involve multiple plots, while tragedy requires a more focused narrative. എന്താണ് എപ്പിക്? എന്താണ് എപ്പിക് സ്റ്റോറീസ് ആർ ലോങ് ആൻഡ് ഇൻവോൾവ് മൾട്ടിപ്പിൾ പ്ലോട്ട്സ്. ഒരുപാട് പ്ലോട്ട്സ് എന്താണ് എപ്പിക് എന്ന് പറയുന്നത്. ബട്ട് വൈൽ ട്രാജഡി റിക്വയേഴ്സ് എ മോർ ഫോക്കസ്ഡ് നരേറ്റീവ്. പക്ഷേ ട്രാജഡിക്ക് എന്താ പറയുക, മോർ ഫോക്കസ്ഡ് നരേറ്റീവ് എന്തുകൊണ്ട് ട്രാജഡിക്ക് വേണ്ടി പറയുന്നത് അല്ലേ. He uses the example of Iliad, which has a numerous subplots and a wide range of characters, and notes that attempting to convert its entire
entire story into tragedy often leads to poor results. നമ്മൾ എന്ത് ചെയ്യണം, ഒരു 20 yearsൻ്റെ ഒരു സംഭവം എന്താ എലിയറ്റ്സ് വേണം അല്ലേ. അപ്പോൾ അത് ഒരൊറ്റ ഒരു ട്രാജഡിയിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇറ്റ് ഡസൻ ഗീവ് എനി good result, it give only poor results. Similarly, other epic tales like the Niobe fall when dramatized in their entirely. ഇതൊക്കെ നമുക്ക് വി കാൺട്ട് കൺവേർട്ട് an epic into a tragedy എന്നാണ് അവർ പറഞ്ഞത്, അരിസ്റ്റോട്ടിൽ പറഞ്ഞത്. Tragedy should focus on specific moments in a larger story. Then next one, he says that Agathan's tragic reversals and popular appeal. Then he discusses another poet in Greek times, Agathan. Agathan's skills means Aristotle highlights the work of Agathan, who was known for his skill in crafting reversal of situation in a way that appealed to popular taste. ആ സമയത്ത് ആളുകളുടെ ടേസ്റ്റ് അനുസരിച്ചിട്ട് ഇയാൾ എന്തായിരുന്നു, റിവേഴ്സൽ ഓഫ് സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്യുമായിരുന്നു. In Agathan's plays, clever characters like Sisyphus or brave villains might be outwitted or defeated in a ways that were satisfying the moral sensibilities of the audience. ഇതിൽ സിസിഫസ് ആയിക്കോട്ടെ, ബ്രേവ് വില്ലൻസ് ഇവർക്ക് എന്ത് ചെയ്യും, will be defeated at the end of the tragedy. It will be satisfying morally of the audience, even if those events were not strictly probable. Okay, Agathan's tragic effects were often focused on events that, through contrary probability, creates an emotional impact that resonated with the audience. The next one, role of the chorus. അടുത്ത എന്താണ് റോൾ ഓഫ് ദി കോറസ് ആണ് അടുത്ത് പറയുന്നൊരു പോയിന്റ്. കോറസ് ഇസ് ആൻ ആക്ടർ. He says that chorus as an actor, chorus എന്താണ്, he is also an actor who is also part of that action. അല്ലേ, the chorus should be seen as an integral part of the tragedy, actively participating in the action rather than being a mere observer. കോറസിൻ്റെ പോർഷൻ എന്താണ്, കുറച്ച് ആക്ടിവിറ്റീസ് വരുന്നുള്ളൂ, പക്ഷേ he also says that he is not a mere observer, he is a part of the tragedy. He is a part of the tragedy എന്നാണ് പറയുന്നത് നമ്മുടെ അരിസ്റ്റോട്ടിൽ പറയുന്നത്. Aristotle criticizes the later poets like Euripides for reducing the role of the chorus to mere interludes that did not relate to the plot. Aristotle Euripides എന്ത് ചെയ്യുന്നുണ്ട്, ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട്. Why he criticized Euripides for reducing the role of the chorus to mere interludes that did not relate to the plot. പ്ലോട്ടുമായിട്ട് റിലേറ്റ് ചെയ്ത കോറസിനെ കൊണ്ടുവരാത്തതിന് യൂറിപ്പിഡസിനെ നമ്മളെ ഇതാക്കുന്നുണ്ട്, ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട്. In contrast, Sophocles utilized the chorus in a way that directly contributed to the action and emotional tone of the play, enhancing the overall impact of the drama. But in contrast, Sophocles Sophocles included chorus in his tragedies in a very good manner. So ഓർത്തു വെക്കുക, സോഫോക്ലീസ് ആണ് നന്നായി ചെയ്തിട്ട് നമ്മുടെ യൂറിപ്പിഡസ് എന്തായിരുന്നു, he criticized Euripides to not include in chorus in his tragedies. Okay, then criticism of choral interludes. Choral interludes ne criticism പറയുന്നുണ്ട്. And also he criticized choral interludes at all. He says that chorus is a important part of tragedy, but he says in another point, Aristotle criticized the practice of using choral songs or interludes that are unrelated to the plot. ഈ choral song ആവശ്യമില്ലാതെ ഈ choral songs എന്ത് ഒരിക്കലും നമ്മൾ പ്ലോട്ട് ഇൻക്ലൂഡ് ചെയ്യാൻ പാടില്ല, ആര് പറഞ്ഞത്, അരിസ്റ്റോട്ടിൽ പറഞ്ഞത്. He refers this as a practice that started with Agathan. ആരെ പ്രാക്ടീസ് സ്റ്റാർട്ട് ചെയ്തത്, അഗത്തനാണ് ഈ പ്രാക്ടീസ് സ്റ്റാർട്ട് ചെയ്തത്. Why? Where the chorus became an interruption to the main drama, similar to transferring a speech or act from one play to another. This detracts from the focus of tragedy and weakens its unity. ഇതെന്ത് ചെയ്യും, പ്രത്യേകിച്ച് ഒരു ഉപയോഗമൊന്നുമില്ല, ഇറ്റ് ഓൺലി ഇൻ്റർഫിയേഴ്സ് ദി ഡ്രമാറ്റിക്കൽ സ്ട്രക്ചർ. പിന്നെ ഇയാൾ ലാസ്റ്റ് ലെസൺ നമ്പർ 19 പറയുന്നത് തോട്ടും ഡിക്ഷനും തമ്മിലുള്ള ഒരു ഡിഫറൻസാണ് പറഞ്ഞത്. നമ്മൾ തോട്ടും ഓൾറെഡി ഡിസ്കസ് ചെയ്താണ്, ഡിക്ഷനും നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ്, അവിടെ രണ്ടാമത് ഇനിയും പറയുന്നില്ല. തോട്ട് ഇൻ ട്രാജഡി, തോട്ട് റെഫേഴ്സ് ടു ഇൻ്റലക്ച്വൽ ആസ്പെക്ട്സ് ഓഫ് ദി പ്ലേ പ്രൈമർലി കൺവേർട്ട് ടു സ്പീച്ച്. ഇറ്റ് എൻകോംപാസസ്, അതായത് ഒരു ക്യാരക്ടേഴ്സിൻ്റെ തോട്ടും ഫീലിങ്സും ഇമോഷൻസൊക്കെയാണ് നമ്മൾ ഒരു ഇതിലൂടെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. സോ ദാറ്റ് ഈസ് ഓൾസോ ബട്ട് തോട്ട് ഇങ്ങനെ പറഞ്ഞാണ് വീണ്ടും പറയുന്നില്ല. ദ സ്റ്റിറിങ് ഇമോഷൻസ് ഓഫ് ലൈക്ക് പിച്ച് ആൻഡ് ഫിയർ, ആങ്കർ ആൻഡ് സിമിലർ ഫീലിങ്സ്. ദ ഡിക്ഷൻ ഇൻ ട്രാജഡി ഡിക്ഷൻ റെഫേഴ്സ് ദ ചോയ്സ് ഓഫ് വേർഡ്സ് ആൻഡ് ഹൗ ദേ ആർ അട്ടേർഡ്. ഏതൊക്കെ വേർഡ്സ് നമ്മൾ യൂസ് ചെയ്യണം, ആൻഡ് ഹൗ ദേ ആർ അട്ടേർഡ്, ഹൗ വി ക്യാൻ റെപ്രസെൻറ്റ് ദാറ്റ്, അല്ലേ. Aristotle notes that the technical aspects of delivery, how a line is spoken, fall under a different discipline named art of delivery. ഈ നമ്മൾ ഈ സ്പീച്ചുകൾ അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയായിരിക്കണം ഈ സംഭവങ്ങൾ ഡെലിവർ ചെയ്യേണ്ടത്, ഇറ്റ് കംസ് ഇൻ ദ ആർട്ട് ഓഫ് ഡെലിവറി എന്ന് പറഞ്ഞാൽ ഒരു ഇതിലാണ് എന്ത് വരുന്നത്, ഈ സംഭവങ്ങൾ വരുന്നത്. ഫോർ എക്സാമ്പിൾ, എ കമാൻഡ്, എ പ്രയർ, എ സ്റ്റേറ്റ്മെൻറ്റ് ഓർ എ ത്രെറ്റ് ഓർ എ ക്വസ്റ്റ്യൻ ഈച്ച് റിക്വയർസ് എ സ്പെസിഫിക് mode of utterance. The poet doesn't need to be concerned with the precise mechanics of delivery, as that the domain of actors and orators, not the poet. അത് പറയുന്നത് വെച്ചാൽ കമാൻഡ് ആയിക്കോട്ടെ, പ്രയർ ആയിക്കോട്ടെ, സ്റ്റേറ്റ്മെൻറ്റ് ആയിക്കോട്ടെ, ത്രെറ്റ് ആയിക്കോട്ടെ, ക്വസ്റ്റ്യൻ ആയിക്കോട്ടെ, each of these diction have their own what type of delivery.
അതെല്ലാം ഒന്ന് പറ്റുന്ന പറഞ്ഞ് നമ്മൾ അരിസ്റ്റോട്ടിൽ പറഞ്ഞത്. അരിസ്റ്റോട്ടിൽ ഓൾസോ യൂസ് എക്സാമ്പിൾസ് ഓഫ് ക്രിറ്റിസിസം ഡയറക്റ്റഡ് അറ്റ് ഹോമർ ബൈ Protagoras, who claim that Homer makes a mistake by phrasing the opening line in the Iliad, "Sing, goddess of the wrath," as command when it could be interpreted as a prayer. It's a prayer, it's not a command. But Homer used as a what command? Homer used it. Aristotle dismisses that as an unnecessary critique, suggesting that it's not the poet's responsibility to concern himself with whether a phrase or technically a command or a prayer. This is an issue that belongs to the craft or delivery which is outside the realm of poetic art. ഇതെന്താണ്? ഒരു ആർട്ട് ഓഫ് ഡെലിവറിയാണ്. ഇതിനൊക്കെ ഓരോന്നിനും ഓരോ ഡെലിവറി ടൈപ്പുകളുണ്ട്. എക്സാമ്പിൾ, കമാൻഡ് ചെയ്യേണ്ടത് എങ്ങനെയാണ്, പ്രെയർ ചെയ്യേണ്ടത് ഈ ഒരു മോഡലാണ്, സ്റ്റേറ്റ്മെൻറ്റ് ഈ ഒരു മോഡലിൽ പോകണം, ത്രെറ്റ് ഈ ഒരു മോഡലിൽ പോകണം, ക്വസ്റ്റ്യൻ ഈ ഒരു മോഡലിൽ പോകണം. ദീസ് ഓൾ തിങ്സ് ഇറ്റ്സ് ഡിഫർ ഫ്രം ദ ആർട്ട് ഓഫ് ഡെലിവറി എന്ന് പറയുന്നത് അരിസ്റ്റോട്ടിൽ പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഓർത്ത് വെക്കാം കേട്ടോ. സോ വി ഹാവ് സ്റ്റോപ്പ് നമ്മളെന്തെങ്കിലും എൻഡിലെത്തി, ട്രാജഡിയുടെ ആ ഒരു എൻ പോർഷനിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതാണ് ഡിക്ഷണറി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും ഈ ക്ലാസ് ഒന്ന് കാണാൻ, എന്നിട്ട് നോട്ട്സ് ചെയ്തിട്ടുണ്ടാക്കുക. ഓക്കെ, താങ്ക് യു.